ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അതേ സുന്നത്ത് നിസ്കാരമൊന്നും കൈയൊഴിക്കുന്നില്ല, ഹറാമുകൾ കറാഹത്തുകൾ ഒന്നും ചെയ്യുന്നില്ല. ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അള്ളാഹു പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ജീവിതം നയിക്കുമ്പോഴാണ് ഈ ബ്രിട്ടീഷുകാർക്ക് ഞാൻ ഈ പണം കൊടുത്താൽ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരനാകുമോ എന്ന ഭയം കാരണത്താൽ ജയിലിലേക്ക് പോകാൻ തയ്യാറായത്. ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് വാതിലിന് രാത്രി പോയി പാതിരക്ക് മുട്ടിയപ്പോ പോലീസുകാര് കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞതാണ്, എനിക്ക് ഒതുവെടുക്കാൻ വെള്ളം വേണം. പോലീസുകാര് വെള്ളം കൊണ്ട് കൊടുത്തു. ആ വെള്ളമെടുത്തു, ഒതുവെടുത്തു. മഹാനവറുകൾ നിസ്കരിക്കാൻ എഴുന്നേറ്റു. പോലീസുകാര് ജയിലിന്റെ വാതിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ജയില് തുറന്നു നോക്കുമ്പോ ഉമർ ഖാദിയെ ജയിലിൽ കാണുന്നില്ല. വാതിലിന്റെ പൂട്ടൊന്നും തുറന്നിട്ടുമില്ല. ഉമർ ഖാദിയെ ജയിലിൽ കാണുന്നില്ല. പോലീസുകാര് ആകയാൽ അമ്പരന്ന് പോവുകയാണ്. അതിന്റെ പുറമേ ഭയന്ന് വിറക്കുകയാണ്. ബ്രിട്ടീഷുകാര് ഭരിക്കുന്ന കാലമാണ്. ഇനി എന്തായിരിക്കും ശിക്ഷ? അതേ ജയിൽ പുള്ളിയല്ലേ കാണാതെ സ്ഥലം വിട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എങ്ങനെ പുറത്തുപോയി എന്നതിന്റെ മറുപടി അത് കറാമത്തിലൂടെ മറുത്തുപോയി എന്നതാണ്. കറാമത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ മുത്തഖീകളായ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ മുത്തഖീകളായ അടിമകൾക്ക് അവൻ നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. സാധാരണ നിൽക്കാ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ വകുപ്പില്ല. പക്ഷേ കറാമത്തുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറയുന്നത് അസാധാരണ സംഭവമാണല്ലോ, സാധാരണ സംഭവം അല്ലല്ലോ. സാധാരണ സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു തആല ആ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ മഹാനവറുകൾക്ക് കഴിവ് കൊടുത്തു. അതെങ്ങനെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നല്ല ഒരു മാങ്ങ, ആ മാങ്ങ തോല് ചെത്തി അത് കത്തികൊണ്ട് അരിഞ്ഞു നോക്കുമ്പോൾ അതിനൊരു ഉള്ളിൽ ഒരു പരിപ്പ് കാണുകയാണ്, അണ്ടി കാണുകയാണ്. അതൊന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്നൊരു വണ്ട് പറന്നു പോവുകയാണ്. ഈ വണ്ട് അതിന്റെ ഉള്ളിൽ എങ്ങനെ എത്തി എന്നതിന് എന്താണ് മറുപടി? ഒരു പാറ പൊട്ടിച്ചു നോക്കുമ്പോ ആ പാറയുടെ ഉള്ളിൽ വെള്ളം കാണുകയാണ്. അതിലൊരു തവളയും ഇരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് മറുപടി? സുബ്ഹാനല്ലാഹ്. വളരെ ചെറിയ സമയത്ത് നമ്മൾ ഒരു മച്ചിങ്ങ, വെളിച്ചില് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, തേങ്ങയാകുന്നതിന് മുമ്പുള്ള ചെറിയ ആ വസ്തു, അത് പിളർന്നു നോക്കുമ്പോൾ അതിലൊരിറ്റ് വെള്ളവുമില്ല. കുറെ കഴിഞ്ഞിട്ട് അത് വലുതായി ഒരു ഇളനിറായതിന് ശേഷം അതൊന്ന് പിളർന്നു നോക്കുമ്പോൾ അതില്ലതാ ലിറ്റർ കണക്കിന് നല്ല മധുരമുള്ള വെള്ളമെത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകൾ എവിടെയെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട മഹാന്മാർക്ക് അവൻ നൽകുന്നതാണ് അത്ഭുതങ്ങളായ ഇത്തരം കാര്യങ്ങൾ കറാമത്ത് എന്ന പേരിലുള്ളത്. എന്നാൽ ചില കള്ളന്മാർക്കും ചില അത്ഭുതങ്ങൾ ഉണ്ടാവും. അത് കറാമത്താണെന്ന് വിചാരിച്ചൂടാ. കറാമത്താകണമെങ്കിൽ
അത് നല്ല തഖ്വയുള്ള മഹാന്മാരിൽ നിന്നുണ്ടാകുമ്പോഴേ അതിന് കറാമത്ത് എന്ന് പറയൂ. അല്ലെങ്കിൽ അതിന്റെ പേര് സിഹർ, ഇസ്തിദ്റാജ്, അതുപോലെ ഇഹാനത്ത്, അങ്ങനെ വേറെ പല പേരുകളും അതിനുണ്ട്. മഹാന്മാരായ താബിഈങ്ങളും സഹാബികളുമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഹാരിസ് ഇബ്നു അബ്ദുല്ലാഹ്. അവനെ നല്ല ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മെല്ലെ കൈയൊന്നിങ്ങനെ നനക്കിയാൽ എല്ലാ ഇരുമ്പും കഴിഞ്ഞു പോകും. ഇരുമ്പൊക്കെ അഴിഞ്ഞഴിഞ്ഞങ്ങ് പോകും. അവന്റെ ഒരു അത്ഭുതമായിരുന്നു. അവനൊരു സ്ഥലത്ത് പോയിട്ട് ഒരു മാർബിളിന് ഒന്നിങ്ങനെ മുട്ടിയാൽ എല്ലാ മാർബിളും ഒന്നിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാർബിള് തസ്ബീഹ് ചൊല്ലുന്നത് അവരൊക്കെ എല്ലാരും കേൾക്കും. ഇങ്ങനെയൊക്കെ അത്ഭുതം കാണിച്ച ഒരു വലിയ ഹമുക്കുണ്ടായിരുന്നു. വലിയ ഒരു ദജ്ജാല്. ആളുകളെ കബളിപ്പിക്കുന്നവർക്കാണ് ദജ്ജാല് എന്ന് പറയാൻ. വലിയ ദജ്ജാല് വലിയ കബളിപ്പിക്കുന്നവനാണ്. അത് പിന്നെ വരും. ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തു. അവൻ പലരെയും അത്ഭുതം കാണിച്ച് പിഴപ്പിച്ചു കളയുന്നു. അങ്ങനെ അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തു ഭരണാധികാരി. കുന്തം കൊണ്ട് ഒരൊറ്റ കുത്തു കൊടുത്തപ്പോ കുന്തം വളഞ്ഞുപോയി. അവനൊന്നും സംഭവിച്ചില്ല. ഇരുമ്പിന്റെ വലിയ കുന്തം അതങ്ങനെ തന്നെ വളഞ്ഞുപോയി, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്തു കുത്തുന്ന മനുഷ്യനോട്, ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കുത്തടോ. അത് ശൈത്താനാണ്. ശൈത്താനിന് ദിക്റിനെ നേരിടാൻ കഴിയില്ല. അവനെ ബിസ്മിയൊല്ലി കുത്തുന്നു. ബിസ്മിയൊല്ലി ഒരൊറ്റ കുത്തു കൊടുത്തപ്പോ അങ്ങനെ ഓട്ടയായി, ശരീരം ഓട്ടയായി, തുളഞ്ഞു കയറി ചത്തുപോയി അവൻ. ഇങ്ങനെയൊരു സംഭവം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പൊ ശൈത്താൻ അവന്റെ സേവ മുഖേന ഇവിടെ പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കുന്നവരുണ്ടാകും. അതൊന്നും കറാമത്താണ് എന്ന് വിചാരിക്കരുത്. കറാമത്താകണമെങ്കിൽ നല്ല ഈമാനും തഖ്വയും ഉള്ളവരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ്, അസാധാരണ സംഭവമാണ് കറാമത്ത്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കരിക്കുകയാണ്. തലേ ദിവസം ജയിലിലായിരുന്നു. അവിടുന്ന് ഇറങ്ങി വന്നിങ്ങനെ നടന്ന് മഹാനവറിൽ കോടഞ്ചേരി പള്ളി, അത് വെളിയങ്കോടിന്റെ തൊട്ടടുത്ത പ്രദേശത്താണ്. കോടഞ്ചേരിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ അവിടെ ചാവക്കാട് പോയി പോലീസുകാരോട് പറയണം, പേടിക്കണ്ട, അവരെ ജോലി പോയി പോകണ്ട, ഞാനിവിടുന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. ഉമർഖാദി തന്നെ ആളെ പറഞ്ഞയച്ചു. സുഹൃത്തുക്കളെ, ആ ഉമർഖാദി റളിയല്ലാഹു അൻഹു നിങ്ങൾ നോക്കൂ, ഒരു ഫർളും കൈയൊഴിച്ചില്ലെന്ന് മാത്രമല്ല, ജയിലിൽ കിടക്കുമ്പോഴും തഹജ്ജുദ് നിസ്കാരം കൈയൊഴിച്ചില്ല. ആ രൂപത്തിൽ ഫർളും സുന്നത്തും ജീവിതത്തിലെടുത്ത് ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു തആല മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുകൾ നൽകി. ചാവക്കാടിനടുത്ത് വെന്മേനാട് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ വെന്മേനാട് ബഹുമാനപ്പെട്ടവർ വന്ന് പള്ളി കയറാൻ നോക്കുമ്പോ അവിടെ ഖബർസ്ഥാനിൽ ഖബർ കുഴിക്കുന്നുണ്ട്. ആർക്കാ ഖബർ കുഴിക്കുന്നത്? അത് ഹൈദറൂസ് മരിച്ചുപോയി. ഹൈദറൂസ് ബഹുമാനപ്പെട്ടവരായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പാമ്പ് കടിച്ച് മരിച്ചുപോയി. ഉടനെ പറഞ്ഞു, ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഖബർ കുഴിക്കണ്ട. എന്നിട്ട് പള്ളിയിലേക്ക് കടന്നു. പള്ളിയിൽ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഖാദിമ് കുഞ്ഞമ്മൂണ്ട്. കുഞ്ഞമ്മൂനെ വിളിച്ച്, മോനെ കുഞ്ഞമ്മൂ, ഹൈദറൂസിന്റെ വീട്ടിൽ പോയിട്ട് പറയണം, ഉമർ ഖാദി പള്ളിയിലുണ്ട്, ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഞാനിപ്പോ അങ്ങ് വരൂന്ന് പറഞ്ഞു.
ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക. ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള രണ്ട് വലിയ ഉപാധിയാണ്. ഒന്ന് ക്ഷമ, മറ്റൊന്ന് നിസ്കാരം. ഉമർ ഖാദി റഹിമഹുല്ലാ ധൈര്യത്തിൽ പറയുന്നു, അതേ ഹൈദറൂസ് മരിച്ചിട്ടില്ല, കുഞ്ഞമ്മൂ നീ പോയിട്ട് വിവരം പറയണം. ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഞാൻ വരുന്നു എന്ന് പറയണം. ബഹുമാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് കുഞ്ഞമ്മ ഓടിപ്പോയി, ആവേശത്തോടെ ഓടിപ്പോയി. ഖാദിയാര് വരുന്നുണ്ട്, ഹൈദറൂസ് മരിച്ചിട്ടില്ല. മരിച്ചിട്ട് ഇങ്ങനെ കഫൻ ചെയ്ത് നിലക്ക് കിടത്തിയ മയ്യിത്താണ്. ഉമർ ഖാദി റഹിമഹുല്ലാ പെട്ടെന്ന് വന്നത് കണ്ടപ്പോ, കുഞ്ഞമ്മോ നീ പോയിട്ടില്ല, നിന്നോട് പോകാൻ പറഞ്ഞിട്ട്? ഞാൻ പോയി വളരെ പെട്ടെന്ന് തിരിച്ചെത്തി. അപ്പൊ ഉമർ ഖാദി അല്ലാഹുവിന്റെ സന്തോഷത്തോടെ അങ്ങ് ചൊല്ലി, കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജഅനു യഖാഫു അബദൻ ജിന്നുൻ വശൈത്താനു. കുഞ്ഞമ്മു ഔലിയാക്കൾക്ക് അലിമീങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളാ. ശജഅനു നല്ല ധീരനാ. യഖാഫുഹു അബദൻ ജിന്നുൻ വശൈത്താനു, ജിന്നും ശൈത്താനും ഒക്കെ കുഞ്ഞമ്മൂനെ പേടിക്കും. മഹാന്മാരെ കൂടെ കൂടിയാൽ അങ്ങനെ അവരെ ജിന്നും ശൈത്താനും ഒക്കെ പേടിക്കും. കുഞ്ഞമ്മൂന് അറബി അറിയില്ല, ഈ വാചകത്തിന്റെ അർത്ഥം അറിയില്ല, ബൈത്തിന്റെ അർത്ഥം അറിയില്ല. കുഞ്ഞമ്മു മനസ്സിലാക്കി, ഖാദിയാർക്ക് എന്നോട് ദേഷ്യപ്പെടുത്തിട്ട് എന്നെ ജിന്നും ശൈത്താനും എന്ന് വിളിച്ചതാണ് എന്ന് മനസ്സിലാക്കി. ഖാദിയാരെ ഞാൻ പോയിട്ടുണ്ട്, എന്നെ ജിന്നും ശൈത്താനും ഒന്ന് വിളിക്കണ്ട. മോനെ ഞാൻ പറഞ്ഞതല്ല, നിന്നെ ജിന്നും ശൈത്താനൊക്കെ പേടിക്കുന്നാ പറഞ്ഞത്. ഉമർ ഖാദി റഹിമഹുല്ലാ വീട്ടിലേക്ക് പോയി, വെൺമേനാട് വീട്ടിൽ ചെന്ന് നേരെ ഹൈദറൂസിന്റെ സമീപത്തേക്ക് ചെന്ന് അവിടുന്ന് എന്തോ ഒന്ന് മന്ത്രിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഹൈദറൂസിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോ നമ്മൾ പാടിപ്പുകുത്തുന്നതല്ലേ, മുഹീദ്ദീൻ മാലയിൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ, കോഴിന്റെ മുള്ളോട് കുകന്ന് ചൊന്നാരെ കുശാത കൂക്കിപ്പറപ്പിച്ച് വിട്ടോവർ. അതേ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് റബ്ബ് നൽകുന്ന കറാമത്ത്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വിളിക്കുമ്പോൾ ഹൈദറൂസ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഹൈദറൂസ് മരിച്ചിട്ടില്ല. ശരിക്കും അധ്വാനിച്ച് ഇൽമു പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ആരെയും അതാ ദീനിന്റെ കാര്യത്തിൽ വിലവെക്കാതെ, ഏത് വ്യാജ ത്വരീഖത്തുകാര് വന്നാലും ഏത് ശൈഖ് വന്നാലും വ്യാജനാണെങ്കിൽ ശക്തിയായി എതിർത്തുകൊണ്ട്, അതേപോലെ സുന്നത്ത് ജമാഅത്ത് ഹഖ് ഹഖായി തുറന്നു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പ്രവർത്തനം നടത്തിയപ്പോൾ അവിടുത്തേക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകി. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിലുള്ള സ്ഥാപനമാണിത് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എന്റെ സാധാരണ പതിവിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ പ്രസംഗത്തിന് പോകാറില്ല, പൊതുപ്രസംഗത്തിന് പോകാറില്ല. നമ്മുടെ സംഘടനയുടെ അത്യാവശ്യ പരിപാടികൾക്ക് മാത്രമേ പോകാറുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്, കാരണം പറഞ്ഞ് നേരം പോക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഇവിടെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഈ സ്ഥാപനം, അത് പ്രത്യേകിച്ചും ഒരു സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രിയപ്പെട്ട കുരിക്കളവറുകളും മറ്റും വന്നപ്പോ ഇവിടെ ഒന്ന് വന്നു പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബറക്കത്തിനു വേണ്ടി ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദസ്സുകളും ഈ സദസ്സും കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല ദീനി ഖിദ്മത്തിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.